ഈ പടം കാണാൻ പോകരുത്, ഇന്ത്യൻ 2 കാണാൻ പോകരുത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, നമ്മളൊരു സിനിമയും കുറ്റം പറയാൻ പാടില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ആരും കുറ്റം പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പോയി കണ്ടിട്ട് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കണ്ടിട്ട് സത്യസന്ധമായിട്ട് പറയാമല്ലോ, വാണപ്പടം മയില്. ഇത്രയും നാള്, അതായത് ഇപ്പം ഏകദേശം ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ശങ്കർ എന്ന് പറയുന്ന പുള്ളി ചെയ്ത പടമാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പുള്ളിട്ടമാർക്ക് ഈ സ്ക്രിപ്റ്റ് എടുത്ത് കീറിയിട്ട് 5 ആക്കിയിട്ട് 5 വരെ കൊണ്ട് ജയിച്ച്, എന്നിട്ട് അവരെ ഇന്ന് വരെ പൈസ മേടിച്ച് കാണും. പുള്ളിയുടെ ബാനർ എടുത്ത് കരാറടിസ്ഥാനത്ത് ജയിച്ച പടമാണ്. ഇതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ ഒരു ബേസ് ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വരെ എടുക്കാൻ പറ്റുന്ന സീനകത്ത് അവൻ്റെ അമ്മ ഇട്ടിരിക്കുന്ന, അമ്മയല്ല അവൻ്റെ ഒരു ആരാടാ അത്, ക്യാരക്ടർ അല്ലല്ലോ, മറ്റേ അവൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ഇത്. അപ്പം ചേച്ചി ഇട്ടിരിക്കുന്നത് ചുവന്ന ബ്ലൗസ്, ചായ കൊടുത്തിട്ട് തിരിയുമ്പം, ചായ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിയുമ്പം അവർ മഞ്ഞ ബ്ലൗസ്. ഇതൊക്കെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കമലഹാസനെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലകനായകൻ അങ്ങോട്ട് പറ്റുന്നില്ല. ക്യാരക്ടർ പിടിച്ച് കുറച്ചു നേരം നിൽക്കും, കുറച്ചു നേരം പുള്ളി താത്തയായിട്ട് അഭിനയിക്കും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ 1 പുള്ളിക്കാരൻ അല്ല ചെയ്തതെന്നാണ്. ഇന്ത്യൻ 1 ഇന്ത്യൻ 2 ഇപ്പം ഇറങ്ങിയത്. ഇത് പുള്ളി ചെയ്തിട്ട് ഇന്ത്യൻ 1 വേറെ ആരെങ്കിലും പണിയറിയാവുന്നവരെ കൊണ്ട് ജയിച്ചായിരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ പുള്ളി എല്ലാവർക്കും കൈക്കൂലി കൊടുക്കുന്നതിനൊക്കെ എതിരാണ്. അങ്ങനെ പുള്ളിയെ ജയിലിൽ വിളിച്ച് ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ജഡ്ജിൻ്റെ അടുത്ത് നമ്മുടെ നെടുമുടിയോട് പറഞ്ഞ മോൻ മരണത്തോട് മല്ലടിക്കുകയാണ്. അപ്പോൾ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇയാളെ വെറുതെ വിടണം, എന്നിട്ട് നമുക്ക് എപ്പോൾ വേണേലും അയാളെ പിടിക്കാമല്ലോ, മോൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ലെന്ന് പറയും. അപ്പം ജഡ്ജി ഓക്കെ വിധി മാറ്റി എഴുതും കേട്ടോ. ഈ ഇന്ത്യൻ വ്യവസ്ഥയോടുകൂടിയാണ് ഇയാൾ താത്ത കിടന്ന് മത്സരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലി, ലഞ്ചം. ഈ ലഞ്ചത്തിന് വേണ്ടി കിടന്ന് മത്സരിച്ചിട്ട് പുള്ളി കാണിക്കുന്നത് ശുദ്ധ തെമ്മാടത്തിലാണ്. ജഡ്ജിനെ കൊണ്ട് ഇത് മാറ്റി എഴുതിയിരിക്കുന്നു. എന്നാ പണി വെച്ചെടുക്കടാ.